ഹായ് സുധി. നമ്മൾ രണ്ടാളും കൂടി വേളത്തമ്മ തന്നിട്ടാണല്ലോ സുധി. എന്താ പരിപാടി? സുധീൻ്റെ സലൂണിൻ്റെ ചാവി പൂജിച്ചില്ല. അതുകൊണ്ട് ഇതാ ഇപ്പം വന്നിട്ട് ചാവി പൂജിക്കുമ്പോൾ എൻ്റെ ബെൻസും വെച്ച് ബൈക്കും വെച്ച് ഇന്നൊരു സർപ്രൈസ് ഉണ്ടല്ലേ. അവിടുത്തെ നമ്മൾ പുതിയ ബൈക്ക് സുധിക്ക് പുതിയൊരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടല്ലേ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെതാണ്. പിന്നെ സുധി പറഞ്ഞൊരു തേങ്ങ പൊട്ടിക്കണം, മറ്റൊരു തേങ്ങ കൂടി വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ നല്ലൊരു തേങ്ങ. അപ്പം തേങ്ങ പൊട്ടിക്കലാന്ന് പൂജ കഴിഞ്ഞാൽ ചാവി പൂജ കഴിഞ്ഞു. ഇനി തേങ്ങ കൂടി ഒടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞാൽ സുധി എന്നാൽ പിന്നെ നടക്കാം. ബാ സുധി എപ്പോൾ പറഞ്ഞാലും തേങ്ങ പൊട്ടല്ല. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് തന്നെ കണ്ടറിയണം. നോക്കാം നമുക്ക്. പൊട്ടിയിട്ടില്ലെങ്കിലേ വിറ്റ്. സുധീൻ്റെ മുഖം കാണുന്നോ, പിന്നെ സങ്കടവും പേടിയെല്ലാം കൂടി ഇട്ടൊരു വല്ലാത്തൊരവസ്ഥയാണ്. നോക്കാം നമുക്ക്. പിന്നെ ഇത് നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ സുധി. മക്കളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ പെട്ടെന്നൊരു തീരുമാനം പെട്ടെന്ന് വന്നു. മക്കളെല്ലാം കൂടി വരുമ്പോൾ ലേറ്റ് ആവില്ല. അതുകൊണ്ട് സലൂൺ ഓപ്പൺ ആയിട്ട് കുറേ ദിവസമായി, ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വേഗം വന്നിട്ട് ഇതാ പരിപാടിയൊക്കെ തീർത്ത് പൂജ കഴിഞ്ഞിനി പൊട്ടിക്കലേ. ഇതാ ഇടുന്നാണ് തേങ്ങ പൊട്ടിക്കണ്ട സുധി. എന്നാൽ പിന്നെ നോക്കിക്കൂടെ, കോൺഫിഡൻസ് അല്ലേ, പൊട്ടൂലേ. ഇടയ്ക്കിടയ്ക്ക് സുധീൻ്റെ തേങ്ങ പൊട്ടിക്കലാണ്ടേ ജോറ് കയറാറ് സുധീൻ്റെ. ദൃഷ്ടി ദോഷം നല്ലോണം ഉണ്ടെങ്കിൽ പൊട്ടൂലെന്നാ കേട്ടേട്ടാ. അങ്ങനെയുണ്ട്, നോക്കാമല്ലോ. എന്നാ പിന്നെ ആയിക്കൂടെ. ഓക്കെ പൊട്ടണേ മോനെ. നടുവ പൊട്ടി പീസായിരല്ലേ. നല്ല ഐശ്വര്യാന്നല്ല. ഇങ്ങനെ പൊട്ടിയാൽ നല്ലതെന്ന് പറയാല്ലേ. എല്ലാ ദൃഷ്ടിദോഷവും എല്ലാം കഴിഞ്ഞവര് നല്ല ശുഭമാന്ന് പറഞ്ഞല്ലേ. അപ്പം നീ എൻ്റെ ഊഴമാണ് കേട്ടാ, കണ്ടെന്നെ അറിയണം. അപ്പം ഇതാ എൻ്റെ തേങ്ങയാന്നേ. അപ്പം സകല വിഘ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഗണപതിക്ക് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കുന്നത്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. വിഘ്നേശ്വരൻ, അതായത് നമ്മളെ വിഘ്നങ്ങളിൽ മാറ്റുന്നതാണ് വിശ്വാസം. പിന്നെ ഈ തേങ്ങയുള്ളൊരു പ്രത്യേക രസമല്ലേ. മക്കളുണ്ടെങ്കിൽ ഭയങ്കര എവിടെയാ മക്കൾ എന്താ പറയുക, മക്കളുടെ എന്താ അറിയാവോ, മക്കളൊരു അച്ചാച്ചനും അമ്മയും വന്നിട്ടില്ല, അവരെ തേങ്ങ കൂടി വാങ്ങുന്നിട്ട് അതുകൂടി മക്കൾ എറിഞ്ഞ് പൊട്ടിക്കും. നമ്മൾ 5, 6, 7 തേങ്ങ വാങ്ങും അല്ലേ. നമ്മൾ പൊട്ടിക്കും, മക്കള് അച്ചാച്ചനും അമ്മമ്മക്കും വേണ്ടി എറിഞ്ഞ് പൊട്ടിക്കല. അപ്പൊ ഇന്ന് മക്കളില്ല, നമ്മൾ മാത്രമാണ്. അപ്പൊ അറിയാലോ മമ്മി. ഓക്കെ അയ്യോ ഒരു സുഖമില്ലാത്ത പൊട്ടലല്ലേ ശ്രുതി എറിഞ്ഞ് പൊട്ടിച്ച പൊട്ടിക്കലൊക്കെ. എനിക്ക് ഇച്ചിരി ഐശ്വര്യക്കുറവുണ്ടല്ലേ. എന്റെ സമയം കുറച്ചുകൂടി ശരിയാവാറുണ്ടല്ലേ. ഐശ്വര്യത്തെ പൊട്ടിയിട്ടില്ല. ഈ ദൃഷ്ടിദോഷം ഉള്ളപ്പാന്നൊന്നും ഇങ്ങനെ പൊട്ടുക. അപ്പൊ എനിക്ക് ദോഷമൊന്നുമില്ല, എനിക്കതും ദോഷം. ശ്രുതിന്റെ എല്ലാം തീർന്നു. എന്റെ അടുത്ത പ്രാവശ്യം വന്നിട്ട് പൊട്ടിക്കുമ്പോ തീർക്കാതെ. ശരി, നമ്മളെ തേങ്ങയെല്ലാം കഴിഞ്ഞു. ഇനി പായസം വാങ്ങണം. അവിടെ പായസം കഴിപ്പിച്ചിട്ടുണ്ട്, അത് വാങ്ങിക്കണം. മക്കൾക്ക് പായസം ഭയങ്കര ഇഷ്ടം. അമ്പലത്തിലെ പാൽ പായസം ഉണ്ട്, പക്ഷേ പാത്രം എടുത്തിട്ട് വരണടാ. അതുകൊണ്ട് നമ്മൾ പാത്രം എടുത്തിട്ടില്ല. നമ്മൾ തൽക്കാലം അരിപ്പായസം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് വാങ്ങാം. കടും പായസം അല്ലേ. അമ്പലത്തിലെ പായസം പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ഉള്ളത്. ഉള്ളിന്ന് വാങ്ങണ്ടേ, അതിശയായിട്ട് വരണം. അതുകൊണ്ട് ഞാൻ കരുതല്ല, ശ്രുതി പോയിട്ട് വാങ്ങിട്ട്. ഓക്കെ ഇതെന്നാ കള്ളാസല്ല. ഓ മറ്റേ ഡപ്പയിലുള്ള പായസം അല്ലേ. അതെയാ, ഞാൻ വെച്ചിട്ട് അരവണ പോലത്തെ പായസമായിരിക്കും. എന്നാൽ വീട്ടിൽ തയ്ക്കുമല്ലോ, ഒക്കെ കൊടുത്ത് തയ്ക്കാം ഇവിടെ. അപ്പം നമ്മളെ അമ്പല പരിപാടി കഴിഞ്ഞല്ലേ സുധി. ഇനി നേരെ വീട്ടിലേക്കല്ലേ. ഏടെ വീട്ടിലേക്ക്? ഇവിടെ നേരെ സലൂണിലേക്ക്, ഞാൻ നേരെ ജ്വല്ലറിയിലേക്ക്. ഇപ്പം എല്ലാവർക്കും ഡ്യൂട്ടി ആണെന്നല്ല, ഡ്യൂട്ടിയോട് ഡ്യൂട്ടി. നല്ല വെയിലല്ലേ. ഉച്ച സമയം, ഏതാണ്ട് സമയം 12 മണി കറക്റ്റ്. ചോറുണ്ട്, പക്ഷെ വീട്ടിൽ ഭക്ഷണം ആക്കിയത് കൊണ്ടല്ലേ ചോറൊന്നും പറ്റില്ല. പിന്നെ പായസം ഉണ്ട്, 2 കെട്ട് പായസം കിട്ടീനി. അപ്പം വീട്ടിൽ നിന്ന് നല്ല സാമ്പാറും ചോറിലാക്കിയതുകൊണ്ട് അതിൻ്റെ കൂടെ പായസം ആകുമ്പോൾ ഗംഭീരമായിരിക്കും അങ്ങോട്ട് കൂടെ. ശരി, എന്നാൽ എല്ലാവർക്കും ഓക്കെ ബൈ.